ഇത്തവണ നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടൊരു പുൽക്കൂട് തന്നെ ഉണ്ടാക്കാം. ബഡ്ജറ്റായിട്ട് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് അടിപൊളി ഒരു പുൽക്കൂട് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇവിടെയുള്ള ഈ ചെടിച്ചട്ടിയൊക്കെ മാറ്റി ഒരു പുൽക്കൂട് വയ്ക്കാനുള്ളൊരു സ്പേസ് റെഡിയാക്കാം. ഈ കാണുന്ന ചെടിച്ചട്ടിയിൽ ലാസ്റ്റ് പുൽക്കൂട് സെറ്റാക്കിയതിന് ശേഷം ഒരു ലൈറ്റിംഗ് ചെയ്യും. അതിന് വേണ്ടിയാണ് ഈ ചെടിച്ചട്ടി ഇവിടെ സെറ്റാക്കിയിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യം ഫുൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെയാണ് നമുക്ക് പുൽക്കൂട് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്കൊരു ബേസ് റെഡിയാക്കണം. ബേസ് റെഡിയാക്കാൻ ആദ്യം നമുക്ക് കുറച്ച് മുള എടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു ഏകദേശം ഇത് 1 മീറ്ററാണേ. അപ്പോൾ ഈ ഒരു ഹൈറ്റ് ഇതുവരെ വരത്തുള്ളൂ. ഇതുവരെ ആകുമ്പം തന്നെ 1 മീറ്റർ ആവും ഈ ഒരു കണക്കിന്. അപ്പോൾ ഈ ഒരു അളവിൽ 4 പീസ് നമുക്ക് വെട്ടിയെടുക്കണം. ഓക്കെ ഫ്രണ്ട്സ്, ഇങ്ങനെ ഇത് പഴയൊരു ടേബിളിൻ്റെ ഫ്രെയിമാണ്, ടേബിൾ ഫ്രെയിം. ഈ ടേബിൾ ഫ്രെയിം ഇതേപോലുള്ള പഴയ ഫ്രെയിമുകൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതായത് ഇപ്പം ഞാൻ ആദ്യം മുള കാണിച്ചല്ലോ, ഈ 4 മുള ഈ ഫ്രെയിമിൽ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മാശയുടെ കണക്കാവും. ഒരു ടേബിൾ പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. 4 കെട്ട് കമ്പി കൊണ്ട് കെട്ടി റെഡിയാക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ മുറിച്ചെടുത്ത 4 മുളക്കഷ്ണങ്ങളും ഒരേ സൈസിലായിരിക്കണം, അതായത് ഒരേ ഹൈറ്റിലായിരിക്കണം. പിന്നെ അതിൻ്റെ താഴെ അറ്റത്തും, മുകളിൽ വലിയ കുഴപ്പമില്ല, അതിൻ്റെ താഴെ അറ്റത്ത് നല്ല രീതിയിൽ ഫ്ലാറ്റൻ ആക്കുക, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഇരിക്കത്തില്ല. മുള ആയതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ കട്ട് ചെയ്യുമ്പോഴേക്കും എന്ത് ചെയ്യും, ഇവിടെ ഒരു പൊട്ടൽ പോലെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൊട്ടലിൻ്റെ ഇടയിൽ കൂടെ കെട്ട് കമ്പി ഇറക്കി അതിലിങ്ങനെ ചുറ്റിക്കെട്ടുക, നല്ല രീതിയിൽ ചുറ്റിക്കെട്ടിയിട്ട് അത് ആ കെട്ട് എന്തിൻ്റെ കൂടെ വെച്ച് കെട്ടുക, ഈ ഫ്രെയിമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഫ്രെയിമിൻ്റെ കൂടെ വെച്ച് നല്ല ടൈറ്റ് ചെയ്ത് കെട്ടിക്കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് മുകളിൽ പലകകൾ അടുക്കണം. ചിലപ്പോൾ പഴയ പ്ലൈവുഡുകൾ കാണും, പ്ലൈവുഡ് ഉണ്ടെങ്കിൽ ആ പ്ലൈവുഡ് എടുത്തിട്ട് കൊടുത്താൽ ചിലപ്പോൾ 1 or 2 പ്ലൈവുഡ് ഇടുമ്പോൾ തന്നെ അത് ഫില്ലാവും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇട്ടാൽ മതി. അല്ലാത്ത കേസിൽ ചെറിയ തടി കഷ്ണങ്ങളൊക്കെ വെച്ച് നമുക്ക് ഒന്ന് ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ടോപ്പ് റെഡിയാക്കാം. പ്ലൈവുഡോ എന്തെങ്കിലും തടി പീസുകളൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. അത് വെച്ച് വേണം നമുക്ക് ഫില്ല് ചെയ്യാൻ. ഓക്കെ, ഒന്ന് ഞാൻ നോക്കട്ടെ. കുറച്ച് തടി കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ട്. പഴയ തടികളാണ്, മിക്കതും ചെതലെടുത്തതൊക്കെയാണ്. പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ പരിപാടിക്ക്, നമ്മുടെ പർപ്പസിനും ഒക്കെയാണ്. ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ പുറത്ത് കുറച്ച് മണ്ണ് ലോഡ് ചെയ്ത് കയറ്റണം. മണ്ണ് കയറ്റിയതിന് ശേഷം അതിൽ ഒരു ചെറിയ ടെറൈൻ പോലെയൊക്കെ ചെയ്യുന്നു. എന്നിട്ട് അതിലാണ് നമ്മൾ തെനവശ് പിടിപ്പിക്കുന്നത്. ഓക്കെ, തെനവശ് പൊടിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ തടി അവിടെ, ഓക്കെ, ഫസ്റ്റ് നമുക്ക് തടികളെല്ലാം കട്ട് ചെയ്ത് ഇവിടെ ഈ ഫ്രെയിമിൽ ഒന്ന് സെറ്റാക്കി വയ്ക്കാം. ഓക്കെ, ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് തടികൾ ഇവിടെ വയ്ക്കാൻ കറക്റ്റ് ആ സൈസിന് കിട്ടത്തക്ക വിധം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കട്ടർ എടുത്തിട്ടുണ്ട്. കട്ടർ എടുത്തിട്ട് നമുക്കൊന്ന് തടി കട്ട് ചെയ്തെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ തടിയെല്ലാം കറക്റ്റ് ഷേപ്പിന് കട്ട് ചെയ്തതിന് ശേഷം ഇതിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡിൽ വച്ചിട്ട് ആണി അടിച്ച് ഉറപ്പിക്കാൻ നിൽക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ മുളയിൽ ജസ്റ്റ് ഒന്ന് ഈ കമ്പിയൊക്കെ വെച്ചിട്ടല്ലേ കെട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ തടി വെച്ച് ഉറപ്പിച്ച് ചിലപ്പം മുളയൊക്കെ ചിലപ്പം ഒന്നെങ്കിൽ മുള ഇങ്ങനെ കട്ടായി പൊളന്ന് പോവും, അല്ലെങ്കിൽ അത് കാലിന് വലിയ ഉറപ്പില്ലെങ്കിൽ അത് അവിടെ നിന്ന് ഇളവിപ്പൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ സിമൻറ്റ് തറയുള്ള വീടുകളിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ലെഗിനെ നന്നായിട്ട് ഉറപ്പിക്കണം. അപ്പം ഞാൻ ഇവിടെ ഒരു കാലിൽ ഫ്രണ്ടിൽ 2 മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് ഇവിടെ വീട്ടിൽ കിട്ടുന്ന എന്തെങ്കിലും ഇതേപോലെ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് കുറച്ച് സിമൻറ്റൊക്കെ സെറ്റ് ചെയ്ത് കുറച്ച് ചാന്ത് കുഴച്ച് കാലിനെ 2 സൈഡിൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളുന്നുണ്ട്. പിന്നെ വേറെ പരിപാടി ചെയ്യാം. നമുക്കിപ്പം ജനലിനോടൊക്കെയാണ് അറ്റാച്ച് ചെയ്ത് കിട്ടുന്നതെങ്കിൽ നമുക്ക് കയറൊക്കെ വെച്ചിട്ട് അടിയിൽ കൂടെ ഇതേപോലെ ഞാൻ ഒരു സപ്പോർട്ടിനൊരു കയറും കൂടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു കയറും കൂടെ അടിയിൽ കൂടെയൊക്കെ വെച്ച് കെട്ടി ജനലിൽ കൊണ്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റും നമുക്ക്. ഇതുപോലെ കെട്ടി ഉറപ്പിച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇടയ്ക്ക് കെട്ടി ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതേപോലെ ഇങ്ങനെ കെട്ടി ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. ടാർപ്പാളൻ ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടും, വളരെ വില കുറഞ്ഞ ടൈപ്പ്, കട്ടി കുറഞ്ഞ് ജസ്റ്റ് ഒരു ടാർപ്പാളൻ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കിടന്നൊരു 12 പീസുകൾ എനിക്ക് കിട്ടിയായിരുന്നു. പഴയത് ഇതേപോലുള്ള ടാർപ്പാളൻ ഷീറ്റുകൾ കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇതേപോലുള്ള ടാർപ്പാളൻ ഷീറ്റുകളുണ്ടെങ്കിൽ
ആ ഷീറ്റ് എടുത്ത് ജസ്റ്റ് ഒന്ന് വിരിച്ചിട്ടാൽ മതി. അത് നമുക്ക് വേണമെങ്കിൽ ചിലപ്പം തടി വേറെ എന്തെങ്കിലും റീയൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ മണ്ണിടുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഷീറ്റ് എടുത്തത്. നല്ല പിന്നെ ഒത്തിരി ഗ്യാപ്പിങ്സ് ഉണ്ടെങ്കിൽ, ഈ ഗ്യാപ്പ് ഒത്തിരി ഉണ്ടെങ്കിൽ ആ ഷീറ്റ് ഇട്ടിട്ടാൽ മണ്ണ് അവിടെ പോകില്ല. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് എന്തെങ്കിലും അടയ്ക്കണം. മറ്റേ പേപ്പറുകളൊക്കെ തിരിക്കി കുറച്ച് പേപ്പർ വെച്ച് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കയറ്റി വെച്ചാൽ മതി, ഗ്യാപ്പ് നമുക്ക് അടയ്ക്കാൻ പറ്റും. ഇതേപോലെ ഷീറ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഷീറ്റ് അങ്ങ് വിരിച്ചിടുക, മുകളിലങ്ങ് മണ്ണിടുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഫ്രെയിമെല്ലാം ജസ്റ്റ് ഞാൻ ആദ്യം കമ്പി വെച്ച് കെട്ടാമെന്ന് വിചാരിച്ചത്, പക്ഷേ അതിൻ്റെ ആവശ്യമില്ലെന്ന് മനസ്സിലായി. കാരണം ഈ തീരെ ഇളവും അല്ലെങ്കിൽ ഒട്ടും അതിനകത്തൊരു ഉറപ്പില്ലാന്ന് തോന്നുന്ന തടികൾ മാത്രം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക്. ബാക്കി മണ്ണ് മുകളിൽ വരുന്നതുകൊണ്ട് തന്നെ ടൈറ്റ് ആയിട്ടിരുന്നുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് ഒരു നോർമൽ ഒരു പ്ലാസ്റ്റിക് ഇതേപോലുള്ള ഒരു കയറെടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഫ്രണ്ടിൽ കുറച്ച് പോർഷൻ ഇങ്ങനെ ഒന്ന് കെട്ടി, എന്നിട്ട് ഇങ്ങനെ കെട്ടി അങ്ങ് ഉറപ്പിച്ചു ബാക്കിൽ തടിയായിട്ടും പിന്നെ അടിയിൽ ബോഡിയായിട്ടൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് കുഴപ്പമില്ല, ഇരുന്നോളും അത്യാവശ്യം നല്ല. ഓക്കെ ഫ്രണ്ട്സ്, എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പ്ലാസ്റ്റിക് ഷീറ്റില്ലേ, പ്ലാസ്റ്റിക് ടാർപ്പാളിനാണ് ഇത്. അപ്പം ആ ഷീറ്റ് ജസ്റ്റ് ഞാൻ ആ തടിയിലേക്കൊന്ന് വിരിച്ചിട്ടിട്ടുണ്ട്. പഴയതെങ്കിലും ഇതേപോലുള്ള ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ തടിയിൽ ഡയറക്റ്റ് മണ്ണ് വീഴാത്ത വിധം ഇടാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഷീറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് വിരിച്ചിട്ടാൽ മതി. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഈ ഒരു പാറ്റേണാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഒരു ഫസ്റ്റ് ലെയർ മണ്ണ് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. മണ്ണിട്ട് ഒരു ഒരു ബേസ് ലെയർ വെച്ചിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് കുറച്ചധികം മണ്ണിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഒരു കുന്ന് പോലെ ഫീൽ ചെയ്യുന്നില്ല. അതെന്താണെന്ന് പറഞ്ഞാൽ ഒരു ബാമ്പുവിൻ്റെ ഫ്രെയിമുണ്ട് നമ്മുടെ, അല്ലെങ്കിൽ പുൽക്കൂട് ഫ്രെയിം ഉണ്ടല്ലോ, നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഷോപ്പിൽ നിന്ന്. അല്ലെങ്കിൽ ചെറിയ രീതിയിലൊരു പുൽക്കൂടിൻ്റെ ഒരു ഇതും കൂടെ നമ്മൾ ഇതിൽ മുളയിൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇത്തവണ നമ്മുടെ കയ്യിലൊരു ഫ്രെയിം ഉള്ളതുകൊണ്ട് ആ ഫ്രെയിം വയ്ക്കാനാണ് ഇവിടെ. അത് കാണിച്ചു തരാം ഞാൻ വയ്ക്കുമ്പോൾ എങ്ങനെയാണ്. അപ്പോൾ അത് കുറച്ച് ഹൈറ്റിൽ വയ്ക്കാൻ വേണ്ടിയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ നല്ല രീതിയിൽ ഹൈറ്റ് കുറച്ചിട്ട് അത് വയ്ക്കാൻ വേണ്ടി മാത്രം കുറച്ച് ഹൈറ്റ് ഇവിടെ കൂട്ടി. ഓക്കെ ഫ്രണ്ട്സ്, ഒരു കുറച്ച് മണ്ണിട്ട് ഇതേപോലെ ഇങ്ങനെ ചെറിയ രീതിയിലൊരു മൗണ്ടൻ പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് അടുത്ത് ഇവിടെ ഞാനൊരു ചെറിയൊരു മണ്ണ് കുറച്ച് ഇങ്ങനെ പൊക്കി വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പോണ്ട് പോലെ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഈ പുല്ലൊക്കെ നല്ല രീതിയിൽ തന്നെ പൊടിച്ചൊക്കെ വന്ന് ഇടയ്ക്ക് ഇങ്ങനെ ഒരു പോണ്ട് പോലെയൊക്കെ കാണുമ്പോൾ അതിനകത്ത് മീനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ടൈപ്പ് ഇതേപോലെ പ്ലാസ്റ്റിക് ബൗളുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലേ അതെടുത്താൽ നല്ലതായിരിക്കും. നമുക്ക് പോണ്ടായിട്ട് സെറ്റ് ചെയ്യാൻ ഇതേപോലൊരു പ്ലാസ്റ്റിക് ബൗൾ, അത് മേടിക്കണമെന്ന് തന്നെ ഇല്ല, കടയിൽ നിന്ന് മേടിക്കുന്നെങ്കിലും വലിയ റേറ്റ് വരത്തില്ല ഒരു പ്ലാസ്റ്റിക് ബൗളിന്. ഇതേപോലൊരു ബൗൾ. ഓക്കെ, ഇതേപോലൊരു ബൗൾ നമുക്ക് ഇവിടെ കൊണ്ടുവച്ച് കറക്റ്റ് താഴ്ത്തി ആ ഒരു പോണ്ടിൻ്റെ ഒരു ലുക്കിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അത് ഞാനിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ കുറച്ച് മണ്ണ് ഇതേപോലെ സെറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ കുഴിച്ച് നല്ല രീതിയിൽ ഇങ്ങനെ ഇറക്കി വയ്ക്കണം. ഇറക്കി വെച്ച് മണ്ണ് ഈ ഒരു ലെവൽ എത്തുന്നവരെ നന്നായിട്ട് ഇറക്കി അറേഞ്ച് ചെയ്ത് റെഡിയാക്കി വയ്ക്കണം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്കിതിൻ്റെ ഇതിൻ്റെ ഈ താഴോട്ടുള്ള ഭാഗം കാണാൻ പാടില്ല, ഡയറക്റ്റ് ഇതിൻ്റെ ഉള്ളായിരിക്കും കാണേണ്ടത്. ഈ ടൈപ്പ് കളർ, ബ്ലൂ കളറൊക്കെ എടുക്കുവാണെങ്കിലേ ബൗള്, പിന്നെ നമുക്ക് അകത്ത് പെയിൻറ്റിങ്ങോ കാര്യമൊന്നും ചെയ്യേണ്ട, വെള്ളം നിറച്ച് അകത്ത് മീനൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗി തന്നെ ആയിരിക്കും. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് തേന റെഡിയാക്കി എടുക്കണം. ഓക്കെ, ഇതൊരു 30 രൂപയ്ക്ക് വാങ്ങിച്ചതാണ് തേന. ജസ്റ്റ് ഒരു 30 രൂപയ്ക്ക് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ, കുറച്ച് കൂടുതൽ വാങ്ങിച്ചതാണ്. നമുക്കിതിൽ നിന്ന് ഒരു ചെറിയ ബൗളിലോ അല്ലെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും ഒരു പാത്രത്തിലോ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇതേപോലെ തേന ഇട്ട് വയ്ക്കണം. എന്നിട്ട് ഞാൻ പറഞ്ഞൊരു 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഇതിനെ ഡയറക്റ്റ് മണ്ണിലിട്ട ഒരു 1.5 ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് പുല്ല് ആ ഒരു ഗ്രാസ് ചെറുതായിട്ട് ഇതിനെ പൊടിച്ച് കയറുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഈ മണ്ണിനെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് ഒന്ന് നന്നായിട്ട് ഒരു വെറ്റാക്കി എടുക്കാം. അപ്പം നമ്മളിതിനായിട്ട് ഒരു സ്പ്രേ ബോട്ടിൽ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതെടുക്കുക നന്നായിരിക്കും. ഞാൻ ഇപ്പോൾ എടുക്കുന്നത് ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലാണ്. ജസ്റ്റ് 30 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഈ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ നമുക്ക് കിട്ടുന്ന ടൈപ്പ് സാധനമാണ്. ഇത് 20 രൂപയ്ക്കും പല റേഞ്ചിൽ കിട്ടും. ഇതുപോലെ ചെറിയൊരു സ്പ്രേയിങ് ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് മേടിക്കുക. എന്നിട്ട് അതിൽ വെള്ളം നിറച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി.
ഇങ്ങനെ നമ്മൾ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഫ്രെയിം. ഓക്കെ, ഇതുപോലുള്ള ഫ്രെയിമുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇങ്ങനെയുള്ള ചെറിയൊരു മിനി പുൽക്കൂട് ഫ്രെയിംസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് മുളയിലും പിന്നെ ചൂരലിലൊക്കെ ഉണ്ടാക്കിയ ഫ്രെയിമുകൾ കിട്ടും. അല്ലെങ്കിൽ ഇത് വാങ്ങിക്കണമെന്നില്ല. ഇപ്പോൾ വീട്ടിലുള്ള ചെറിയ ചെറിയ കമ്പുകളോ ഒക്കെ വെച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് 2-3 വർഷമായിട്ട് വാങ്ങി വെച്ചിരിക്കുന്ന കേട്ടോ. ഇത് ഒരു തവണ നമ്മളിങ്ങനെ ഒരു ഫ്രെയിം വാങ്ങിച്ച് വെച്ചാൽ പിന്നെ നമുക്ക് എത്ര വർഷമായാലും റീയൂസ് ചെയ്യാൻ പറ്റും. അങ്ങനൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് ഓരോ വർഷവും ഇങ്ങനെ ഫ്രെയിം കെട്ടണ്ട. ഓക്കെ, കുറച്ച് വക്യൂൽ വെച്ച് ഇതിൻ്റെ കൂരയൊന്ന് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ സെറ്റ് ചെയ്ത പുൽക്കൂടിൻ്റെ ആ ഒരു ബേസിലേക്ക് ഇത് പ്ലേസ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വക്യൂൽ വെച്ച് കെട്ടി ഫ്രെയിമിൽ, എന്നിട്ട് കറക്റ്റ് പുൽക്കൂടിൻ്റെ ബേസിൽ കൊണ്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് കുറച്ച് മണ്ണിട്ട് ഞാൻ അതൊന്ന് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്തത്. അപ്പോൾ നല്ല രസമായിരിക്കും. കുറച്ച് മണ്ണ് അതിൻ്റെ കൂടെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് സൈഡിൽ പൊക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി തന്നെ ഇതിനകത്തേക്ക് മണ്ണിലേക്ക് വിതറാം. ഓക്കെ, ഏകദേശം ഇതിപ്പോൾ 2-3 ദിവസത്തോളം ചെയ്യേണ്ടത്. ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ആയിട്ടില്ല, നമുക്ക് ഈ 2 ദിവസം കഴിഞ്ഞു. അപ്പോൾ 2 ദിവസം ആകുമ്പോൾ കുറച്ച് ചെറുതൊക്കെ ഇത് മുള പൊട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് മണ്ണൊക്കെ വീണിട്ടുണ്ട്. നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് കാണാൻ പറ്റുന്നോ എന്ന് എനിക്കറിയില്ല. കണ്ടോ ഇടയ്ക്കിടയ്ക്ക് മുള പൊട്ടിയിരിക്കുന്ന കേട്ടോ. അത് ഒരു 2-3 ദിവസമൊക്കെ വെച്ച് നല്ല രീതിയിൽ 3 ദിവസം കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാം ഇതേപോലെ മുള പൊട്ടി നല്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇവിടെ ഒരു ചെറിയൊരു പാലം സെറ്റ് ചെയ്യാം. മുളയുടെ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒരു ചെറിയ ബ്രിഡ്ജ് പോലെ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഒരു സ്റ്റെപ്പ് നമുക്കിങ്ങനെ വയ്ക്കാം. ഇവിടെ ഇതുപോലുള്ള മുളയുടെ ചെറിയ ചെറിയ പീസുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് അത് വെച്ചിട്ട് കുഞ്ഞു പീസാക്കി ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ കുഞ്ഞു പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇവിടെ കുറച്ച് മുള കഷ്ണങ്ങൾ ഇതുപോലെ ഒരേ മെഷർമെൻറ്റിൽ ഒരേ അളവിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പാലം റെഡിയാക്കുന്നത് ഇതേപോലെ 2 പീസ് മുളയുടെ 2 പീസ് ഇതേപോലെ ഒരു റെയിൽവേ പാളത്തിൻ്റെ കണക്കാണ്. 2 പീസ് ഇട്ടതിന് ശേഷം നമ്മൾ വെട്ടിവെച്ച മുള പീസുകളാണ് ഒരേ അളവിലായിരിക്കണം ഇത് വെട്ടിയെടുക്കേണ്ടത്. എന്നിട്ട് ഇത് ജസ്റ്റ് ഒരു ഫ്ലക്സ് ക്യൂക്ക് വെച്ചിട്ട് അങ്ങ് ഒട്ടിച്ച് പോയാൽ മതി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബ്രിഡ്ജ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ഐസ്ക്രീം സ്റ്റിക്സുകൾ യൂസ് ചെയ്ത് ഇതേപോലുള്ള ഐസ്ക്രീം സ്റ്റിക്കുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഓക്കെ, പണ്ടത്തെ കോൾ ഐസൊക്കെ കിട്ടുന്ന ടൈപ്പ് അതിലുപയോഗിക്കുന്ന സ്റ്റിക്കാണ്. അപ്പം ഇതേപോലുള്ള സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് നമുക്കിനി ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കാം. നമുക്ക് ഈ സ്റ്റെപ്പ് ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്യാം. മതി, ഇവിടെ ചെറുതായിട്ടൊക്കെ പൊടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റെപ്പ് റെഡിയാക്കി ഒരു പാലം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബ്രിഡ്ജിൻ്റെ വർക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയി. നമ്മൾ എല്ലാ ദിവസവും ഈ മണ്ണിലേക്ക് ചെറിയ രീതിയിൽ ഇതുപോലുള്ള ബോട്ടിൽ സ്പ്രേയിൽ വെള്ളം എടുത്തിട്ട് നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ചെറിയ രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം, എന്നാലേ പൊടിക്കത്തുള്ളൂ. അപ്പോൾ നമുക്കിനി വഴി സെറ്റാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന പാറപ്പൊടിയാണ്. അപ്പോൾ അത് ഫ്രണ്ടിൽ കൂടെ കയറാനും, ഫ്രണ്ടിൽ സ്റ്റെപ്പ് വഴി കയറാനും പിന്നെ സൈഡിൽ കൂടെയും ഉള്ള 2 വേ ആയിട്ട് നമുക്ക് പാറപ്പൊടി വെച്ചിട്ട് വഴി സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത പ്രതിമ ഇതിനകത്ത് വെച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അതിനൊരു 6 ഇഞ്ചിൻ്റെ സൈസ് വരുന്ന ഒരു പ്രതിമ ഫുൾ സെറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതേപോലെ വൈക്കോലിൽ പേപ്പറിലൊക്കെ പൊതിഞ്ഞിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്.
അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നല്ല സേഫായിരിക്കും. ഇതിങ്ങനെ പൊട്ടിയൊന്നും പോകത്തില്ല. നമ്മൾ സിറ്റിയിൽ നിന്നൊക്കെ പോയി വണ്ടി വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴാണെങ്കിലും ഗട്ടറിലേക്ക് വീണാലും കുഴപ്പമില്ല, സേഫായിട്ടിരുന്നുള്ളൂ ഈ വക്യൂലുണ്ട്. ഈ വക്യൂല് തന്നെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഈ ഇതുണ്ട് പുൽക്കൂട് കെട്ടുമ്പോൾ അതിൻ്റെ കൂര കെട്ടാനോ അതിൽ എവിടെയെങ്കിലും നമുക്ക് ഈ ഒരു പുല്ലിട്ട് നമുക്ക് വേണമെങ്കിൽ കെട്ടാം. അതിനുവേണ്ടി നമുക്ക് വേറെ വാങ്ങിക്കാനായിട്ട് നടക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ആദ്യം ചെയ്യണമെന്ന് പറയാൻ ഇഷ്ടം ഒരു ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം. ഉണ്ടോ പുസ്തകത്തിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫിനിഷിംഗ് ഉണ്ട്. ഇതുപോലെ ആയിരിക്കും നമുക്ക് ഈ ഒരു ഫിനിഷിങ്ങിലായിരിക്കാം നമുക്ക് ബാക്കി എല്ലാ പ്രതിമകളും ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഓരോന്നായിട്ട് ഇതേപോലെ പേപ്പറിനകത്ത് നമുക്ക് ഇളക്കി മാറ്റി വയ്ക്കാം. ഇളക്കി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പുൽക്കൂടിൻ്റെ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാ പ്രതിമകളും പുറത്ത് വെച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് കറക്റ്റായിട്ട് പുൽക്കൂടിലെ ഓരോ സ്ഥാനത്ത് നമുക്ക് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ഓക്കെ, കാലിത്തൊഴുത്തിലാണല്ലോ യേശുക്രിസ്തു ജനിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് വക്യൂൽ ഇങ്ങനെ കൂട്ടിനകത്തേക്ക് ഇട്ടിട്ട് വക്യൂറിലൊന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി ഓരോരോ പ്രതിമകൾ പുൽക്കൂടിനകത്തും പിന്നെ പുറത്തുമായിട്ട് കറക്റ്റായിട്ട് നമുക്ക് ഇതേപോലെ അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുൽക്കൂടിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആണ്. നമുക്കിനി ഈ പുല്ല് തേന നന്നായിട്ടൊന്ന് മുളച്ച് പൊടിച്ച് അതിൻ്റെ ഒരു ലെവൽ അത് കറക്റ്റ് ആ ഗ്രാസ് നന്നായിട്ട് കവർ ചെയ്ത് വരുന്ന സമയത്തായിരിക്കും ഇതിൻ്റെ എക്സാക്റ്റ് ബ്യൂട്ടി നമുക്ക് കാണാൻ പറ്റുന്നത്. കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു പുൽക്കൂടിൽ ഫൈനൽ ആ പുല്ലൊക്കെ പൊടിച്ചിരിക്കുമ്പോൾ ഒരു ബ്യൂട്ടി, അതും അതിനേക്കാളും വളരെ ബ്യൂട്ടി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഞാൻ കുറച്ചുകൂടെ തേന ഇതിനകത്തേക്ക് ഇപ്പം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ദിവസം എന്തായാലും വെയിറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് അതിൻ്റെ ആ ഒരു ഔട്ട്പുട്ട് കാണാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എന്തായാലും ഇത് കംപ്ലീറ്റ് തന്നെ നന്നായിട്ടിട്ട് ഡെയിലി വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. എന്നാലേ നമുക്ക് പെട്ടെന്ന് തന്നെ തന്നെ പിടിച്ച് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.